ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ദൈവം എനിക്ക് നൽകിയ ഒരു വിടുതലിനെ കുറിച്ച് പറയുവാനാണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ നിൽക്കുന്നത്. ഞാൻ നേരത്തെ മെസ്സേജ് നൽകിയപ്പോൾ പറഞ്ഞിരുന്നു എനിക്ക് ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിച്ചു എന്നും എൻ്റെ കാലിൻ്റെ വിരലിലൊരു പൊട്ടലുണ്ടായെന്നും ഞാൻ പറയാനിടയായി. ഇന്ന് ഏകദേശം 3 മാസം ആയിരിക്കുന്നു അത് സംഭവിച്ചിട്ട്. പക്ഷേ ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ അതിൻ്റെ അവിടെ കെട്ടിയിരുന്ന ആ ബാൻഡേജ് അഴിക്കുവാനിടയായി. അഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നടക്കുമ്പോൾ എല്ലാം എനിക്ക് നല്ല പെയിനും ആ എല്ല് അവിടെ ജോയിൻ്റ് ആകാതെ ഇരുന്ന് ഇങ്ങനെ അനങ്ങിയിട്ട് കുത്തുന്ന ഒരു അവസ്ഥ ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്നു. ഇന്നലെ എൻ്റെ മകനോട് ഞാൻ പറയുവാനിടയായി എനിക്ക് ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്ത് നോക്കണം. ചുമ്മാ കാല് വെക്കുമ്പോൾ പോലും, അതായത് ചുമ്മാ സെറ്റിയിൽ കാല് നിവർത്തി വെച്ച് ഇരിക്കുമ്പോൾ പോലും കാല് മിന്നി ഇങ്ങനെ പിടിച്ച് ഭയങ്കരമായി വേദനിക്കുന്ന അവസ്ഥയിലൂടെയാണ് ഈ ഒരാഴ്ചയും പോയത്. ഞാൻ അതുകൊണ്ട് സ്വന്തമായി വേറൊരു ബാൻഡേജ് മേടിച്ച് കെട്ടിയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് രാവിലെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ എൻ്റെ മനസ്സിൽ തോന്നി ഇന്ന് ആ ബാൻഡേജ് കെട്ടണ്ട, ഇന്ന് ബാൻഡേജ് കെട്ടണ്ട, ചർച്ചിലേക്ക് പോകുമ്പോൾ ബാൻഡേജ് കെട്ടണ്ട, ബാൻഡേജ് കെട്ടാതെ ചപ്പൽ ഇട്ടുകൊണ്ട് പോകുവാനായിട്ട് മനസ്സിൽ തോന്നുവാനിടയായി. അന്നേരം ചർച്ചിൽ ചെന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ വിളിച്ചു പറയുവാനിടയായി, ഇന്ന് ദൈവം അനേകം പേരെ സൗഖ്യമാക്കുമെന്ന് ദൈവം അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്നു. ദൈവം ഇന്ന് കടന്നു വരുന്ന ഇവിടെ വിശ്വസിച്ച് പ്രാപിക്കുന്ന സകലവർക്കും ഇന്ന് രോഗസൗഖ്യം കൊടുക്കുമെന്ന് ദൈവം പറഞ്ഞു എന്ന് പറയുവാനിടയായി. ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി, ദൈവമേ 3 മാസക്കാലമായി എൻ്റെ കാലിന് ഇങ്ങനൊരു പ്രശ്നമായിട്ട് അങ്ങേക്ക് അസാധ്യമായി ഒന്നും തന്നെയില്ല. ഹോസ്പിറ്റലിൽ പോവാതെ തന്നെ എനിക്ക് പൂർണ്ണമായൊരു വിടുതൽ ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥനയോടെ അവിടെ ആയിരുന്നു. ആദ്യത്തെ സെക്ഷൻ ആരാധന കഴിഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സെക്ഷൻ ആരാധന സമയത്ത് അവിടെ ആരാധിച്ചു കൊണ്ട് നിന്ന സമയത്ത്, അതായത് രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. എൻ്റെ ആ എല്ലുകളെ അങ്ങ് യോജിപ്പിച്ച് നൽകുമാറാകണമേ. എനിക്കിനി നടക്കുമ്പോൾ ആ കാലില് വേദന അനുഭവിക്കരുതേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി. തൽക്ഷണം തന്നെ ദൈവം എൻ്റെ കാലിൻ്റെ ആ വിരലിലുണ്ടായിരുന്ന ആ വേദനയെ എടുത്തു മാറ്റുകയും പിന്നെ ഞാൻ വിരൽ നല്ലപോലെ അമർത്തി നോക്കുകയും കാല് ഇങ്ങനെ വിരൽ ഇങ്ങനെ ആക്കി പ്രസ് ചെയ്ത് കുറേ പ്രാവശ്യം ഞാൻ നോക്കി. എന്നിട്ടൊന്നും എനിക്ക് ആ വേദനയോ അവിടെ അനങ്ങുന്ന ആ ഒരു അവസ്ഥയോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ദൈവം അത്ഭുതകരമായി എന്നെയും ഇന്ന് വിടുവിക്കുവാനിടയായി തീർന്നു. നാളെ ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്ത് നോക്കണം എന്ന് ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നതാണ്. ഡോക്ടറിനെ ഒന്നുകൂടി ചെന്ന് കാണാൻ പൊട്ടലല്ലേ, അതുകൊണ്ട് ചെന്ന് കാണണം എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവാനിടയായതും അവിടെ ചർച്ചിൽ വെച്ച് ദൈവം എന്നെ വിടുവിക്കുവാനും ഇടയായി തീർന്നത്. ആ എൻ്റെ സാക്ഷ്യത്തെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ യേശു ചെയ്തതായ, ക്രിസ്തു എൻ്റെ മേലും ചെയ്തതായ വിടുതലിൻ്റെ അനുഭവത്തെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാനാണ് ഞാനിവിടെ കടന്നു വന്നത്. എന്നെ വിടുവിച്ച ഈ ദൈവം നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ വിശ്വാസത്തോടു കൂടി പ്രാപിക്കുക. ദൈവം എന്നെ സൗഖ്യമാക്കും, ദൈവം എന്നെ വിടുവിക്കും എന്ന് നാം വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് നാം വിശ്വസിക്കണം. ഹൃദയത്തിൽ നാം ആഴ്ന്ന് വിശ്വസിക്കണം. യഹോവ എന്നെ സൗഖ്യമാക്കും, യേശുവപ്പൻ എന്നെ സൗഖ്യമാക്കും, എന്നെ വിടുവിക്കും എന്ന് വിശ്വാസത്തോടെ ഓരോരുത്തരും വിടുതൽ പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.